അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള പ്രഥമ കൂടിക്കാഴ്ചയ്ക്കായി വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥിയായി എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്കായി ഒന്നിച്ചു നിന്ന് ഇരട്ടി വേഗത്തിൽ മുന്നേറാമെന്ന് വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. മോദി ഈസ് മൈ ഫ്രണ്ട് എന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളത് ആവർത്തിച്ച ട്രംപ് താൻ പ്രസിഡന്റ് അല്ലാതിരുന്ന കഴിഞ്ഞ 4 വർഷവും തങ്ങൾ തമ്മിലുള്ള സൗഹൃദം ശക്തമായി നിലനിർത്തി എന്നതും ഇനിയുള്ള കാലത്ത് മെച്ചപ്പെട്ട വ്യാപാര ബന്ധവും കരാറുകളുമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രതീക്ഷിക്കുന്നത് എന്നും ഇന്ത്യക്ക് കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുമെന്നും ഇന്ത്യയുമായുള്ള സൈനിക ഇടപാടുകൾ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യയുടെയും അമേരിക്കയുടെയും പുരോഗതിക്കായി തങ്ങൾ ഒന്നിച്ചു നിന്ന് ഇരട്ടി വേഗത്തിൽ തന്നെ നീങ്ങുമെന്നും ട്രംപുമായി യോജിച്ച് പ്രവർത്തിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ. 2019 ട്രംപിനെ അമ്പരപ്പിച്ചുകൊണ്ട് ഹൂസ്റ്റണിൽ നടന്ന ഹൗഡി മോഡി പരിപാടിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വീകാര്യത ശക്തമായതും അതിനുശേഷം അഹമ്മദാബാദിൽ നമസ്തേ ട്രംപ് പരിപാടി ഒരുക്കി ഇന്ത്യ ശക്തമായ സ്വീകരണം ട്രംപിനും നൽകിയതിൻ്റെ ഓർമ്മകളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള കോപ്പി ബുക്കാണ് ഇത്തവണ ട്രംപ് മോദിക്ക് സമ്മാനമായി നൽകിയത്. അതിൽ മിസ്റ്റർ പ്രധാനമന്ത്രി യു ആർ ഗ്രേറ്റ് എന്ന് എഴുതി ഡൊണാൾഡ് ട്രംപ് തന്നെ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2ാം തവണയും അമേരിക്കയിൽ അധികാരമേറ്റെടുത്ത ശേഷം പ്രസിഡന്റ് ട്രംപുമായി ഔദ്യോഗിക ചർച്ചയ്ക്ക് എത്തുന്ന ആദ്യ രാഷ്ട്ര നേതാക്കളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേരത്തെ പ്രധാനമന്ത്രി ട്രംപ് ക്യാബിനറ്റിലെ പ്രധാനിയായ ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഭ്യന്തര സഹകരണം വർദ്ധിപ്പിക്കുന്ന തീരുമാനത്തോടനുബന്ധിച്ച് അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ട്രംപുമായിട്ടുള്ള ചർച്ചയിൽ പ്രധാന വിഷയമാവുകയും ചെയ്തു. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന ഇന്ത്യക്കുള്ള നിലപാടുകൾ മുൻപ് തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കർ വ്യക്തമാക്കിയിരുന്നതാണ്. പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയ എക്കോസിസ്റ്റം നിലനിൽക്കുന്ന ഘട്ടത്തിൽ അതേക്കുറിച്ചുള്ള നിലപാടുകളും പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും പ്രാഥമിക ഘട്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപും മോദിയും സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിൽ അതിനിർണായകമായ കാര്യങ്ങളാണ് ഇരുവരും വ്യക്തമാക്കിയത്. ലോകമാസകലം വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തിനെതിരെ അനിതര സാധാരണമായി ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പോവുകയും തീവ്രവാദത്തെ നേരിടുകയും ചെയ്യുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിൽ ട്രംപ് നടത്തിയ ഏറ്റവും നിർണായകമായ പ്രഖ്യാപനം മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാം എന്നുള്ള പ്രഖ്യാപനമാണ്. കഴിഞ്ഞ മാസം 21-ന് പുറപ്പെടുവിച്ച ഉത്തരവിൽ റാണയെ ഇന്ത്യയിലേക്ക് കൈമാറുന്നതിനുള്ള വിധി US സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാനിൽ ജനിച്ച തഹാവൂർ ഹുസൈൻ റാണ 2011 തീവ്രവാദ സംഘടനയായ ലഷ്കർ ഇ തോയ്ബയ്ക്ക് പിന്തുണ നൽകിയതിനും ഡാനിഷ് പത്രമായ ജില്ലാൻസ് പോസ്റ്റിനെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടതിനും ശിക്ഷിക്കപ്പെട്ട ആളാണ്. കൂടാതെ 2008 മുംബൈ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി കനേഡിയൻ വ്യവസായിയായ ഇയാളെ ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. അമേരിക്കയിൽ പിടിയിലായ ഇയാൾ ജാമ്യാപേക്ഷയുമായി US കോടതിയിൽ എത്തിയെങ്കിലും അപേക്ഷ കോടതി തള്ളുകയായിരുന്നു. തുടർന്നാണ് ഇദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറാൻ ഒരു US കോടതി അനുമതി നൽകുകയും ചെയ്തത്. ആ കാര്യത്തിലാണ് വ്യക്തമായ ഒരു തീർപ്പ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആഗോള തീവ്രവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന ട്രംപും അതേ നിലപാടുകളുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം അജിത് ഡോവലും ജയശങ്കറും ട്രംപിനൊപ്പം ചേർന്ന് എടുക്കുന്ന ഈ തീരുമാനങ്ങൾ തീവ്രവാദ രാഷ്ട്രങ്ങളുടെ അടിത്തറ ഇളക്കുന്നത് തന്നെയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.